മുപ്പത്തഞ്ചാം അല്ല അത്രയും ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് അതാ ബെഡ് വന്നത്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കേക്കെല്ലാം വാങ്ങിയിട്ട് പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് യേശുവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞാനിനി ഇപ്പൊന്നും വരൂല എന്ന് ഓളോട് പറഞ്ഞിട്ട് കുറച്ചും കൂടി പണിയുണ്ട്, ഞാൻ കുറച്ച് ലേറ്റാവും വരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പോൾ വന്ന് നമുക്ക് കേക്കെല്ലാം മുറിച്ച് പിറന്നാൾ ആഘോഷിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് നിന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കലേ ഞാൻ കുറച്ച് നേരത്തെ വരുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ വരുമെന്നാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, എപ്പോഴും പെട്ടെന്ന് കയറി ചെന്നാൽ എന്താ ഓളെ റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പരിപാടി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ കേക്ക് വാങ്ങിയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏതായാലും വീട്ടിലേക്ക് കയറാം. ഓള് മുകളിലുള്ളത് താഴോട്ട് വന്നില്ല. ഞാനേതായാലും ഇതാക്കട്ടെ. അപ്പോൾ ഓള് വരുമ്പോൾ ഓൾ അറിഞ്ഞിട്ടില്ല. സായിജ് വന്നേ അറിഞ്ഞില്ല തോന്നൂട്ടാ. ഞാനോട് പറഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്, ആണ് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓ അതാന്ന് വണ്ടിയുടെ സൗണ്ട് കേട്ടില്ലേക്ക്. ഇത് നമ്മള് എന്താ പറയണ്ട, പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് കൊടുത്തിട്ടാ. അങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇവള് തീരെ പ്രതീക്ഷിച്ചില്ല. ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിക്കുന്ന ഇവള് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ. നീ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. രാത്രി കുറിക്കുന്ന പ്രതീക്ഷിച്ചില്ല. കണ്ടാ ഞാൻ ഇതാ ഇവിടെ കേക്ക് വാങ്ങി വെച്ചു. നീ ഞെട്ടി, ഓള് ഞെട്ടി തെച്ചു. വന്നോ, മുറിച്ചോ, പരിപാടി തീർന്നു. അൻപിക്കെന്തോ പറയാനുണ്ട് മാമയോട്. പറയാ എന്താണ്? ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് വേറെ ഒന്നല്ല, ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് അതാ ബർത്ത്ഡേ വന്നത്. രാവിലെ ഇവരോട് പറഞ്ഞില്ലേ മേമയുടെ ബർത്ത്ഡേ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇവരോട് ചോദിച്ചു ഹാപ്പി ബർത്ത്ഡേ. ഇത് ഓരോ തിന്നണം അതിനകത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു മേമന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഓൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു നീ എങ്ങനെ പണ്ടേ അറിയാല്. അല്ല പണ്ടേ അറിഞ്ഞെന്ന് പറഞ്ഞു. എങ്ങനെയാ? അപ്പൊ ടീച്ചർ പറഞ്ഞു കൊടുത്തു പോലും. അത് ഏത് ടീച്ചറാ പറഞ്ഞോട്? ആഷിത ടീച്ചർക്ക് പ്രത്യേകം താങ്ക്സ്. നിന്റെ ബർത്ത്ഡേ ഓർമ്മിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു കൊടുത്തില്ല ഇവരോട്. പിന്നെ ആരെല്ലാം ബർത്ത്ഡേ വിഷ് പറയാൻ പറഞ്ഞാലും പറയാനോട് ആന്റിനോട് വിഷു പറയാൻ പറഞ്ഞവര്. ഏട്ടന് പേര് പറ. കൊറേ ആള് പറഞ്ഞല്ലേ? ഒരുപാട് താങ്ക്സ് നമ്മുടെ അറിയിക്കുകയാണ്. അടുത്ത എച്ചോടിനെ കൈനീട്ടലായിട്ട് ഞാൻ മൈക്ക് കൊടുക്കാൻ നോക്കും. മോനത് വാങ്ങിയിട്ട് തിന്നണം. നമുക്ക് കേക്ക് മുറിയിലേക്ക് കിടക്കാം. അതാണ് നീ എന്റെ ഡെക്കറേഷനെ പറ്റി ഒന്നും പറയാത്തത്. നീ ഇത് കണ്ടിട്ട് ശ്രദ്ധയിൽ പെട്ടില്ല. അടിപൊളി അടിപൊളി. പെട്ടെന്ന് പരിപാടിയൊന്നുമില്ലത്. കേക്കിന് വേണ്ടി തിരക്കായിട്ടാ. ഭയങ്കരമായിട്ടുള്ള ഡെക്കറേഷനാണ് ഞാൻ ഇവിടെ നടത്തിയിട്ടുള്ള. ഹാപ്പി ബർത്ത്ഡേ ഇതെല്ലാം എത്ര ടൈം എടുത്ത് ഞാൻ ആക്കിയെന്നറിയാം. അപ്പൊ നമുക്ക് 35 അല്ല എത്രയും 26 20 എന്തായാലും പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിക്കട്ടെ നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയാ ഹാപ്പി ബർത്ത്ഡേ? ഇംഗ്ലീഷുകാരുടെ പാട്ടുപാടി, ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവരെ പാട്ടുപാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ഛനെ വിളിക്കണോ? അച്ഛനിപ്പം കുളിച്ചിട്ട് ഷർട്ട് ഇട്ടിട്ട് ബേക്കിലോട്ട് പോയിട്ടാ. ഇപ്പൊ ഷർട്ട് ഇടാത്തോണ്ട് ഇങ്ങോട്ട് വിളിക്കാൻ അച്ഛാ ഇങ്ങനെ വെക്കുമ്പോലെ കാണൂല. താർന്ന് കാണട്ടെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഞങ്ങൾക്ക് ക്യാമറ എടുക്കൊണ്ടോണ്ടാ ഞാൻ ആദ്യം പഠിച്ചത്. കൊടുക്കണേനോ കൊതി കൂടുന്നുണ്ട്. ശരിയാണല്ലോ. അല്ല ഞാൻ എന്റെ കയ്യില് ഫോണ് ക്യാമറ ഉള്ളതുകൊണ്ടാ ഞാൻ തരാന്. ഒന്നും വിചാരിക്കണേ. കുളിച്ചിട്ട് പറഞ്ഞ ആയോണ്ട് മുഖത്ത് തേക്കാനും പറ്റൂല. തേച്ചാ പിന്നെ ഞാനിന്ന് ഉറങ്ങലും ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ തിരിച്ചെടുക്കോ ഇങ്ങനെ ചെയ്യുവാണ്. ഇനി അമ്മ കൊടുക്കുന്നത് എടുത്തിട്ടില്ലെങ്കിലില്ല ലാസ്റ്റ് വീഡിയോ കാണുമ്പോ എന്നാ എല്ലാരും കൊടുക്കുന്ന അന്റെ മോനെ നിന്റെ ടീച്ചറെ പേര് തരടാ. പ്രായം പറഞ്ഞ ടീച്ചറെ പേര് അക്ഷത ടീച്ചർ കാണും ഈ കേക്ക് കൊടുക്കാത്ത. ഞാൻ ഒന്നും കൂടി ഭയങ്കരമായിട്ടുള്ള ഡെക്കറേഷനും ചെയ്തിട്ട് ഭയങ്കര വിപുലമായി നമ്മൾ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി എന്നാ പരിപാടി? ഗിഫ്റ്റിടാ ഗിഫ്റ്റ് എല്ലാം വാങ്ങിട്ടോ അങ്ങനെ അല്ല സർപ്രൈസ് ആകുന്നുണ്ട് ഇവിടെ. നല്ലോണം സർപ്രൈസ് ആകുന്നുണ്ട് കണ്ട. ഗിഫ്റ്റ് ഒന്നും ഒരിക്കലും വാങ്ങലില്ല ആരും പിറന്നാളില്ല. അതുകൊണ്ട് ഇവിടെ സർപ്രൈസ് ആയില്ലേ. ഇതെന്നാ കാണുന്നത്? വലിയ ഗിഫ്റ്റ് ആണല്ലോ. ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക. ചേട്ടാ അല്ല അൻവി ഇംഗ്ലീഷ് മീഡിയം ഹാപ്പി ബർത്ത്ഡേ പറയടാ. ഹാപ്പി ബർത്ത്ഡേ. അത് തുറക്കൂ. എച്ചുകൊണ്ടിന് കളിക്കേണ്ട സാധനം എച്ചുകൊണ്ടാ സെലക്ട് ചെയ്യുന്നത്. ഞാൻ തന്നതാണ് ഇതാ ഇത്. വലിയ ഡെക്കറേഷനും എന്നെ കൊണ്ടാകുന്ന പോലത്തെ ഡെക്കറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലാന്ന് വേണ്ട. പിന്നെ ഈ ബാഗിൽ കൊള്ളുന്നത് വലിയ പൊട്ടിയാണല്ലോ. ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലേ അവർക്ക് വേണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഗിഫ്റ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഞാൻ മേടിച്ചത്. ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നാ വാങ്ങിനി ഒരേ ഒരാളിരുന്ന് ചോറ് തിന്നുന്ന പോലെ മോനെ എനിക്കല്ല ഇന്നലെ ടീച്ചറെ കേട്ടോ ഇവൻ മിഞ്ഞാന്ന് വയറുവേന പറഞ്ഞിട്ട് കിടന്നിരുന്നത്. നാളെ ഇവന് വയറുവേന പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിടലട്ടാ. അല്ല ഒരാൾ ഇടുന്ന് ഇതിനെ കൊണ്ട് തിത്തൈ കളിക്കുന്നുണ്ട്. എന്റെ ഭഗവാനെ ഇതൊന്നും ആവാനെ ഇത് കാവടി ഉള്ളലാ. എന്നാ ഇത് അല്ല ഗിഫ്റ്റ് ഞാൻ ഇപ്പം തന്നെ പൊളിക്കണേ അവള്. ഞാൻ പൊളിച്ചേണ്ണ ഫോട്ടോ ഫ്രെയിം നല്ല അടിപൊളി അടിപൊളി ഫോട്ടോ നോക്കി ഇവിടെ കിട്ടാന്ന് വിചാരിച്ച ഏറ്റവും നല്ല ഫോട്ടോ. എനിക്ക് വേണ്ട ഇത് കളഞ്ഞേ. എനക്ക് നിർബന്ധമൊന്നുമില്ല വേണമെന്ന്. ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഇതാണ് നമ്മുടെ ഇനിയും വേണം. ഇതെന്താ ഇത് ആദ്യം വിചാരിച്ചു ഇത് മാത്രം ഫ്രെയിം ആയിട്ട് കൊടുക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് ഇതന്നെ റൂമിൽ വെക്കാൻ നല്ലത്. നിങ്ങൾക്ക് അങ്ങനെ പറയാം. ലാസ്റ്റ് ഞാൻ കിടന്നുറങ്ങണ്ടേ അതൊക്കെ ആയിരിക്കും. ഉള്ളിൽ വെച്ച് നല്ല ഫോട്ടോ നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട്. വിത്ത് ലവ് അതുണ്ട് ലവലുണ്ട്. ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല? അടിപൊളിയല്ലേ? കഷ്ടപ്പെട്ട അതൊക്കറിയാം.
എന്നാ പറ. ഞാൻ പറയാം എന്നാന്ന് പറ. വാച്ച് അല്ലേ? അത് പെട്ടെന്ന് തിരിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് വാച്ചില്ല വന്ന്. കാരണം എനിക്ക് വാച്ചില്ല ഗൈസ്, എന്റെ വാച്ച് പൊട്ടിപ്പോയിരുന്നു തന്നെ. അടിപൊളിയാണ്. കൊള്ളാം. എങ്ങനെയുണ്ട് ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. അമ്മേനൊന്നും കുളിക്കണ്ട പോലെ എന്നാലും അതാണെങ്കിൽ അത് അടുത്ത അൺബോക്സിങ് ഏതാ? ഈശ്വര എനിക്ക് ഗിഫ്റ്റ് കൊണ്ടാണ്. ഞാൻ ഒരു നിമിഷം ഞാൻ കാണിക്കണ്ട. മുട്ട കിട്ടി. അടിപൊളിയാണല്ലോ. ചേച്ചി മുട്ടായിട്ടാ സന്തോഷപ്പെടുത്തു. അതുപടിയാ. പിറന്നാളാഘോഷം ഇവിടെ തീർന്നിരിക്കുകയാണ്. കേക്ക് മുറിച്ച് ഗിഫ്റ്റ് കൊടുത്ത് സാധാരണയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത്രയുള്ള പരിപാടി. അപ്പോൾ ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ജനുവരി 28 കേട്ടോ. എപ്പോൾ ഇടുവാന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഡെക്കറേഷനെ പറ്റി